ഏതെടുത്താലും 25 രൂപ. ഈ ഒരു ഓഫർ കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തം മിഠായിത്തെരുവിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഏതെടുത്താലും 25 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് SM സ്ട്രീറ്റ്, നമ്മുടെ സ്വന്തം മിഠായിത്തെരുവ് കോഴിക്കോട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഈ മിഠായിത്തെരുവിലേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസുകളും ഡ്രസ്സുകളും ചെരുപ്പുകളും എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകും. അതും ഓഫർ വിലയിൽ, വളരെ കുറഞ്ഞ വിലയിൽ. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ ഈ ഷോപ്പിൽ ഇഷ്ടം പോലെ ഓഫറുകളുണ്ട്. പിന്നെ ബാഗുകളാണെങ്കിൽ 200 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ബാഗിനൊക്കെ 100 രൂപ മുതലുമുണ്ട് കേട്ടോ. അപ്പം ബാഗിൻ്റെ ഒരു കലവറയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല മോഡേൺ ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ബാഗുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓഫർ കഴിയണതിന് മുൻപ് തന്നെ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ ഒട്ടും മടിക്കാതെ നേരെ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ദൂരത്തുള്ള ആൾക്കാർക്ക് ഒട്ടും വിഷമിക്കേണ്ട, ഒന്ന് ട്രെയിൻ കയറി ഇവിടെ വരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാം. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചേട്ടന്, തമിഴാണ് അവർ, ഭാര്യയും ഭർത്താവും, അവർ ചേട്ടനും വൈഫും കൂടെ അയൽ വിൽക്കുന്നുണ്ട്. തുണികളൊക്കെ വിരിച്ചിടാനുള്ള അയൽ 100 രൂപയേ ഉള്ളൂ. പിന്നെ ആ ചേച്ചി കുറേ കൊട്ടകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അവർ തന്നെ ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് 100 രൂപയുടെ ഒരു അയൽ വാങ്ങിച്ചു. നമ്മൾ ഈ മിഠായിത്തെരുവിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കാം. നമ്മൾ വിചാരിക്കും നമുക്കിനി ഒന്നും ആവശ്യമില്ലെന്ന്, പക്ഷെ നടക്കുമ്പോഴായിരിക്കും അറിയാം ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റ് ഹൗസ് വരുന്നത്. ഇഷ്ടം പോലെ ബെൽറ്റുകളും തൊപ്പികളും ഉള്ള, ഞാൻ ആദ്യമായിട്ടാണ് ബെൽറ്റിന് മാത്രമുള്ളൊരു ഷോപ്പ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ബെൽറ്റുകളുണ്ട്. ഏതെടുത്ത് കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നമുക്ക് കിട്ടും. റേറ്റും നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടീനേജേഴ്സിന് ഇപ്പം ജീനിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയതും അല്ലാത്ത മറ്റേ മിഡിയുടെ കൂടെയൊക്കെ പുറത്തൊക്കെ ഇടുന്ന അതേപോലത്തെ ഗോൾഡ് കളറിലുള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബെൽറ്റൊക്കെ വാങ്ങിച്ചു. ബെൽറ്റിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവരുടെ ഡിസൈനും കളക്ഷനൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾ മിഠായിത്തെരുവിൽ വരുമ്പം ബെൽറ്റ് ഹൗസിൽ കയറാൻ മറക്കണ്ട. നമ്മൾ മിഠായിത്തെരുവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ബെൽറ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ ആരും അത് മറക്കണ്ട. അപ്പോൾ മോൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ ബെൽറ്റിൻ്റെ ഡിസൈൻ അവളിങ്ങനെ നോക്കി നോക്കി പോവുകയാണേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ബെൽറ്റും. പിന്നെ നമുക്ക് തൊപ്പികളും പിന്നെ പേഴ്സ് അങ്ങനെയുള്ള മെൻസ് വെയർ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും മിഠായിത്തെരുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബെൽറ്റ് ഹൗസിലേക്ക് വരാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ബെൽറ്റ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറഞ്ഞ വിലക്ക് നമുക്ക് ബെൽറ്റ് ഒരു 100 രൂപക്കും 150 രൂപക്കൊക്കെ ഇഷ്ടംപോലെ അടിപൊളി വെറൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ തൊപ്പി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ബെൽറ്റ് ഹൗസിൽ വന്നിട്ട്, ഇനി ബെൽറ്റ് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബെൽറ്റ് വാങ്ങിച്ചു, സാധനങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തൊരു ചെറിയൊരു കുഞ്ഞു കടയാണ്, ഒരു ബാഗിൻ്റെ കട. വളരെ ചെറിയ കടയാണ്, ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ക്യാമറ ശരിക്കും ഇത് പിടിക്കാൻ പറ്റണില്ല. ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ സൈഡിലുള്ള ബാഗുകൾ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയും കുഞ്ഞ് സ്പേസുള്ള ഒരു ചെറിയ കടയാണ്. എന്നാൽ ബാഗിൻ്റെ ഇഷ്ടംപോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. റേറ്റും കുറവാണ് കേട്ടോ. അപ്പോൾ റേറ്റ് കുറവിൽ നിങ്ങൾക്ക് ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയും നോക്കേണ്ട, മിഠായിത്തെരുവാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ളതും നമുക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള എല്ലാ ഐറ്റംസും മിഠായിത്തെരുവ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് എൻഡിൽ അവസാനിക്കുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവും. എന്നാൽ ഒരുപാട് പൈസയൊന്നും വേണ്ട, ഒരു 1000 2000 ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ബാഗൊക്കെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ആ ചെറിയ റെഡ് ഒരു പേഴ്സ് മോഡലുള്ള ബാഗുണ്ട്, ബാഗല്ല പേഴ്സ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും എന്തായാലും മിഠായിത്തെരുവിൽ വന്നു കഴിഞ്ഞാൽ. പെട്ടെന്ന് ഹറിബറി ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ വന്നിട്ട് കാര്യമില്ല, സമയമെടുത്ത് സെലക്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മിഠായിത്തെരുവിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.